ഹലോ വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. എൻ്റെ പേര് മാർക്കസ്. എൻ്റെ പേര് ഫാബിയോ കോട്ടറാറോ. എവന്റെ അച്ഛൻ്റെ പേര് അലക്സ്. ഞങ്ങൾ അച്ഛനൊക്കെ കാണുന്ന ആളെ. നിന്റെ അച്ഛൻ കാണും. എന്റെ വീട്ടുകാർക്ക് അറിയത്തോലുമില്ല. എന്റെ വീട്ടിൽ എല്ലാരും കാണും. ഓ അപ്പൊ കിട്ടുന്ന 4 വ്യൂ എന്റെ വീട്ടിലാണോ? ആ എൻ്റെ പേര് വണബി മാർക്കസ്. എന്റെ പേര് നിതിൻ. ഫാബിയോ കോട്ടറാറൊന്നും പറയുന്നു. ഇല്ലല്ല കളിയല്ലോ. ഇതിപ്പോ ഞാനെന്ത് ചെയ്യും? ആ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ നമ്മള് മുജല്ലോ എപ്പിസോഡ് ബാറ്റ്മാൻ എന്താ മോട്ടോ GP കാര്യം ബാറ്റ്മാന് കാര്യമില്ല. അയ്യോ എന്റെ ബാറ്റ്മാന്റെ ലോഗോ ഓൺ ചെയ്യാൻ ഞാൻ മറന്നു. അപ്പം മുജല്ലോ മിജലോ റോസിയുടെ മുജല്ലോ ഇറ്റാലിയൻ GP. അതുപോലെ മാർക്കസ് ജയിച്ചിരിക്കുകയാണ്. അതല്ല, ഞാൻ സുഹൃത്തുക്കളെ ഒരു ട്രോൾ വീഡിയോ കണ്ടാണ്. ഈ സീസണിൽ മാർക്കസ് ഓരോ റേസ് ജയിക്കുമ്പോഴും റോസി ഇങ്ങനെ മഴയത്തിങ്ങനെ ഒരു അനിമ ക്യാരക്ടറിന് മഴയത്തിങ്ങനെ നിൽക്കും, ഉള്ളിങ്ങനെ നനഞ്ഞുകൊണ്ട്. ഇന്നലെ മുജലും കൂടെ ആയപ്പോഴത്തേക്ക് ഡാർക്ക് ആയിരുന്നു. പുള്ളി എപ്പോഴും വരും. അത് പിന്നെ പുള്ളിയുടെ വീടിന്റെ അപ്പുറത്തല്ലേ. എന്റെ വീടിന്റെ അപ്പുറത്തായിരുന്നു. നീ പോവില്ലേ? റേസ് പോലും ചെയ്തിട്ടില്ലെങ്കിൽ നീ പോവില്ലേ? നിങ്ങൾ എന്നെയും റോസിയൊക്കെ ഒരേ ഒരു സ്റ്റാൻഡ് ലെവലിലാണ്. റോസയ്ക്ക് ഇപ്പൊ അമ്മാവൻ സെന്റർ ഉണ്ട് കുറച്ച്. അല്ല, വേറൊരു കാര്യം, റോസിക്ക് ഒരു ടീമുണ്ട്. നമ്മൾ ഇതെല്ലാം പറയുന്നത് വലിയ പോയി കാണാം. ടീം ഓണറായിട്ട് വന്ന് കാണാം. അതാണ് വ്യത്യാസം. പുള്ളി ഒരു നല്ല സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്ന് മാത്രമല്ല, തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോവാൻ ഞാൻ 7 മണിക്ക് ജോലിക്ക് പോകണം. ഞാൻ 12 മണിക്ക് അലാറം വെച്ച് എഴുതിയിട്ട് റേസ് കണ്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. സെയിം, ഞാനും അത് തന്നെ. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അതല്ല ഏറ്റവും ഇന്നലെ ഇത് പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് ഉള്ളതാണ്. മീൻസ് നമുക്ക് ആദ്യം തൊട്ട് പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് പറയാം. ഒരു കിടുക്ക സിനാരിയോ റോസി ഇന്നലെ ചെന്ന് പെട്ടായിരുന്നു. എന്താണെന്നറിയോ? അതായത് പെക്കോട്ട് നോക്കുകയും ചെയ്ത് പുള്ളിയുടെ റൈഡർ അയാളുടെ ഫ്രണ്ടിൽ കയറി ഇപ്പൊ സന്തോഷിക്കണോ അത് കരയണോ എന്നുള്ളൊരു അത് പറഞ്ഞപ്പോഴാ മോർബിഡലിനെ മോർബിഡലിക്ക് ഇത്രയും പെനാൽറ്റി കിട്ടിയാൽ പോരാ. പുള്ളി ഈ ഇടയിട്ട് ഞാൻ ഫ്രണ്ടിൽ കയറിയാൽ മതി, വേറെ എല്ലാരും ഞാൻ ചവിട്ടിയ റോഡ് റാഷ് കളിക്കുമ്പോൾ റേസില്. പക്ഷേ പുള്ളിയുടെ സമാധാനപരമുള്ള റോഡ് റാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൊക്കെ ഭയങ്കര കാമായിട്ട്. മറ്റേ സലീംകുമാറിന്റെ സിനിമയ്ക്ക് മെല്ലെ എഞ്ചിൻ ഓഫ് ആക്കുക, പതിയെ താഴ്ത്തുക. എന്തിനാ മോർബി നീ വിന്യാലസിനെ ഇടിച്ചിട്ട്? അതിപ്പോ എന്റെ വഴിയല്ലേ, ഞാൻ അങ്ങോട്ട് പോയപ്പോ വിന്യാലസ് വീണു. വിന്യാലസിന് എന്നാലും എന്നെ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളതാണ്. ആ പാവം മനുഷ്യനെ തെള്ളിയിട്ട് വിന്യാലസ് ആണെങ്കിൽ മറ്റേ ഡെത്ത് ത്രെറ്റ് ഒക്കെ പോലെ ഹെൽമെറ്റിലൊക്കെ തീർന്നടാ നീ. അല്ല, ആക്ച്വലി റേസിന് ശേഷം കുറെ റൈഡേഴ്സ് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് പോയി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ മോർബിക്കെതിരെയോ? ഈ റേസിന് ശേഷം മോർബിഡലി നല്ല റേസർ, നല്ല പേഴ്സണാലിറ്റി ഒക്കെയാണ്. പക്ഷെ പുള്ളി ഭയങ്കര ഡേർട്ടി റേസിംഗ് ആണ്. ഇതിപ്പം അത് നേരത്തെ അലേഷ് എസ്പ്രാർഗോ ആയിരുന്നു. പാവം അലേഷ് എസ്പ്രാർഗോയുടെ തലയിൽ എല്ലാം കൊണ്ടിടുവായിരുന്നു. ഇപ്പൊ അലേഷ് എസ്പ്രാർഗോ ഇല്ല. പക്ഷെ അത് ഈ പുള്ളിയുടെ അലേഷ് എസ്പ്രാർഗോ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു. ഇപ്പൊ മോർബിലി ഇത് ചെയ്യുമ്പോ സൈഡിൽ മറ്റേ ഓട്ടയ്ക്ക് സാവി ഇപ്പൊ അലേഷ് മറ്റേന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് 2 അങ്ങേറെന്ന് വെച്ചാ എല്ലാരും ഇപ്പൊ മോർബിലി കൊണ്ട് അലേഷിസ്മാരെ തുള്ളിട്ട് പറഞ്ഞു അലേഷിന് വട്ട എന്നൊക്കെയുള്ള ഒരു ലെവലിലായിരുന്നു. അയാളാണെങ്കിൽ ഒന്ന് പറഞ്ഞ് 2 മിനിറ്റ് ചാടിക്കടിക്കാൻ വരുന്നത്. വണ്ടി ഓഫായി പോയ പിന്നെ ഏപ്രിലെ ഗ്യാരേജ് കത്തിക്കും പുള്ളിയുടെ ഒരു റേസില് പുള്ളി 3rd ആണോ 1st ആണോ ഒരു ലൈക്ക് ടോപ്പ് ഫസ്റ്റ് പൊസിഷനോ എങ്ങാണ്ടോ ആയിരുന്നു. പുള്ളി ഒരു ലാപ്പ് കൗണ്ട് ചെയ്ത് മാറിപ്പോയി. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ലാപ്പില് തീർന്നു പുള്ളി എല്ലാരും പാസ് ചെയ്ത് പോയി. അത് നമ്മള് അവിടെ മോർബിയുടെ കുറ്റവും അലീഷിന്റെ കടിയും എന്നൊക്കെ പറയാ.
ഇല്ലല്ല, മോർബിഡലി 2 ലോങ് ലാപ്പ് പെനാൽറ്റി ചെയ്തു കഴിഞ്ഞ ദിവസം. ലോങ് ലാപ്പ് പെനാൽറ്റിക്ക് കൊടുത്തു, മാവറിക്കിനെ തള്ളിയിട്ടതിന് ലോങ് ലാപ്പ് പെനാൽറ്റി കൊടുത്തപ്പം അതും തെറ്റിച്ച്, അതും പച്ചക്കകത്തൂടെ കയറിപ്പോയി, അങ്ങനെ വീണ്ടും കിട്ടി. അത് കണ്ടപ്പോ തന്നെ റോസിനെ കാണിച്ചാണ്. റോസിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് എവൻ എന്ത് തേങ്ങ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ പുള്ളി അവിടെ ഇരുന്ന് പറയാറുണ്ട്. എന്തോ പോയി പുള്ളിയുടെ ഒരു നട്ടൊക്കെ ലൂസായ പോലെ. പുള്ളിക്ക് കാലിലാണ് ഇടി കിട്ടിയതെങ്കിലും തലയ്ക്ക് എന്തോ പറ്റിയായിരുന്നു. പക്ഷെ നല്ല വാവ, അതാ ശാന്തനായ ഒരു മറ്റേ ഇതാ സൈലന്റ് കില്ലർ, സൈലന്റ് കില്ലർ, ശാന്തനായ കൊലയാളി. കൊറേ സീനുണ്ട് ഇല്ല ഈ കൊറേ ഇഷ്യൂസ്. പിന്നെ മറ്റേ ക്വാളിഫൈങ്ങിൽ ഇവൻ നല്ല ഫാസ്റ്റ്, ഇവന്റെ ഫ്രണ്ടിൽ കയറി വയ്ക്കാം. ക്വാളിഫൈ ചെയ്യുമ്പോഴേ റേസ് ലൈനിന്റെ ഇടയ്ക്ക് പുള്ളി വെറുതെ വയ്ക്കാൻ സ്ലോ ആവും. ഇങ്ങനെ എല്ലാരും ഒരു സ്പീഡ് വരുമ്പോ പുള്ളി അവ സ്പീഡ് വരാം, ഇവിടെ നിർത്തിയേക്കാം വണ്ടി ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ ഇത്ര സ്പീഡിൽ പോണ്ടാന്ന് എവിടെ പോവാ. മോർബിയുടെ സൈക്കോത്തരായിരുന്നു, മോർബിയുടെ കുതന്ത്രങ്ങൾ. അതെ അല്ല ഇറ്റാലിയൻ ജിപ്പി അത് വേറെ, അത് മറ്റേ മാർക്കസ് പ്യൂർ ഡോമിനൻസ്. അല്ല മോർബിയുടെ നാട് ഇറ്റലി. അവരെല്ലാം ഇറ്റലിയാ. ഇറ്റലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റേ പഴയ ഇറ്റാലിയൻ ഫാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. മറ്റേ മാർക്കസ് സ്പ്രിന്റ് ജയിച്ചപ്പം കൂവില്ലേ, അവരവിടെ കിടന്ന് കൂവി. മറ്റേ 2015 മാർക്കസ് വേഴ്സസ് റോസി ഇഷ്യൂ കാരണം കൂവി. ലൈക്ക് അപ്പം അവസാനം ഡുക്കാറ്റിയുടെ ഡേവിഡോ ടഡോസി വന്നിട്ട് ലൈക്ക് അവരോട് പ്ലീഡ് ചെയ്യായിരുന്നു, മിണ്ടായിരിക്കും, ഹീസ് റൈഡിങ് ഫോർ റെഡ്, ഹീസ് റൈഡിങ് ഫോർ ഇറ്റലി എന്ന് പറഞ്ഞ് പുള്ളി പറയാം. അത് ആസ് എ ലൈഫ് ലോങ് റോസി ഫാൻ എനിക്ക് അത് ഭയങ്കര മോശമായിട്ട് തോന്നി. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്പോർട്ടാണ് വലുത്. ഗ്രേറ്റർ റൈഡേഴ്സ് അല്ല, ഒബ്വിയസ്ലി ലൈക്ക് നമുക്ക് റൈഡേഴ്സ് ഫാൻസ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സ്പോർട്ട് ഇഷ്ടപ്പെട്ടാണ് ആദ്യം വന്നത്, അല്ലാതെ നമ്മൾ റോസിനെ അറിഞ്ഞല്ല ആദ്യം വന്നത്, അല്ലെ മാർക്കസിനെ അറിഞ്ഞല്ല വന്നത്. നമ്മൾ ഈ സ്പോർട്ട് കണ്ട് അവിടെ നിന്നാണ് നമുക്ക് ഇവരെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു കിടിലം റൈഡറിനെ കൂവി വിളിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയി അടി ഉണ്ടാക്കുക, അതൊക്കെ നല്ല ഇതല്ല. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആ സ്പോർട്ടിനെ സ്പോർട്സ്മാൻഷിപ്പ് നശിപ്പിക്കുകയാണ്. ലൈക്ക് വാട്ട് എവർ ലൈക്ക് പാസ്റ്റ് ഇഷ്യൂസ് എന്ത് വേണോ കാണാം, പക്ഷെ അയാള് ആ റേസ് ജയിക്കുക ഫെയർ ആൻഡ് സ്ക്വയർ ആ രീതിയിലാണ്. ആൻഡ് ഇപ്പൊ ഞാൻ റോസി ഫാൻ ആണ്, പക്ഷെ അതില് റോസി വലിയ പുണ്യാളൊന്നും അല്ല. ഓഫ് കോഴ്സ് ഇതൊരു ഒരു സ്പോർട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ റൈഡർ വിചാരിക്കും അവര് ശരിയാന്ന്, അവരുടെ ഭാഗത്ത്. ഐ മീൻ ലൈക്ക് റോസി കേസി സ്റ്റോണർ ഇഷ്യൂ, കേസി സ്റ്റോണറും റോസി ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എത്ര റൈഡേഴ്സുമായിട്ട് റോസി മെന്റലി ലൈക്ക് ഔട്ട്സൈഡ് ദ ട്രാക്സ്, അതൊക്കെ തന്നെയാണ് മാർക്ക്. അത് ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ചാമ്പ്യൻ ആവാനുള്ള ഒരാളുടെ ചാമ്പ്യൻഷിപ്പ് മെന്റാലിറ്റിയുടെ ഒരു ഭാഗമാണ് ലൈക്ക് നോ മാറ്റർ വാട്ട് ദ കോസ്റ്റ് എനിക്ക് ജയിക്കണം. അതിലിപ്പോ റോസിനെ കുറ്റം പറയാൻ പറ്റില്ല, മാർക്കസിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ എവനാണ് എന്റെ ബാക്കിൽ വന്ന് ഞാൻ അവനെ ചവിട്ടി താഴെ. അതെന്താ ഞാൻ ഫ്രണ്ട് വന്നാ നീ ഫ്രണ്ട് വരാൻ സമ്മതിക്കില്ലല്ലോ, ഞാൻ ഫാസ്റ്റ് അല്ലേടാ അതിനെ കണ്ടു. ശരിയാ, അതിന് കാര്യമില്ല, ഞാൻ അതല്ല. അപ്പം നമ്മള് വിഷയത്തിൽ നിന്ന് തിരിഞ്ഞു മാറി. ജീപ്പില് കാര്യം പറഞ്ഞല്ലേ, ഞാൻ അവിടെ തകർന്ന് പപ്പടം പരിവായിട്ടിരിക്കുക. എന്ന് വെച്ചാ കഴിഞ്ഞ റേസിന് ശേഷം ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റിനകത്ത് ആൾക്കാര് മീൻസ് ഡിഫറെന്റ് പാർട്സ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. അപ്പം ബനിയ പറഞ്ഞെന്ന് വെച്ച് ബനിയ കുറെ ട്രൈ ചെയ്തു, മീൻസ് ബിഗർ ഡിസ്ക്സ് ഒക്കെ ട്രൈ ചെയ്തു. ഓക്കെ, അത് വന്നിട്ട് ബഗ്നായുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ഫീൽ ഇല്ല. അപ്പം ഡുക്കാറ്റി ഈസ് ട്രൈങ് ദ ബെസ്റ്റ്, ഇയാൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളതിൽ. അപ്പം പുതിയ ഡിസ്ക്, വലിയ ഡിസ്ക് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആ വീലിന്റെ സൈസുള്ള ഡിസ്ക്, ലൈക്ക് അലോയ് വീലിന്റെ സൈസുള്ള ഡിസ്ക് ഒന്നും. എന്നിട്ട് മാർക്കസിനോട് വെച്ച് ഞാൻ എയറോ മാത്രമേ ടെസ്റ്റ് ഉള്ളൂ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എനിക്കുള്ള സാധനം സെറ്റപ്പ് കൊണ്ടു മതിന്നൊക്കെ. അങ്ങനെ പുതിയ എയറോ ഒക്കെ അവർ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ടെസ്റ്റിന് ശേഷം പെക്കോയ്ക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫീലൊക്കെ കിട്ടി. പക്ഷെ ഈവൻ ആ ഡിസ്ക് അല്ല ഇവർ റേസിന് യൂസ് ചെയ്തത്, ലൈക്ക് ഇൻ ബിറ്റ്വീൻ പഴയതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടിയത് 340 എന്തോ ഒരെണ്ണമാണ് യൂസ് ചെയ്തത്, അങ്ങനെ എന്തോ യൂസ് ചെയ്തത്. അപ്പോൾ പെക്കോയ്ക്ക് കുറച്ചുകൂടെ ഫീലിംഗ് കിട്ടിയായിരുന്നു. പിന്നെ കഴിഞ്ഞ 3 GP ഇതിന് മുന്നത്തെ ലൈക്ക് കഴിഞ്ഞ 3 ഇയറിലും
പെക്കോ ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 3-ലും പെക്കോ ഡോമിനേറ്റ് ചെയ്ത ട്രാക്കാണ്. ഹോം ട്രാക്ക് എന്നുള്ള രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുമായിരുന്നു. ഈവൻ റേസ് തുടങ്ങുന്നതിന് മുമ്പ് പെക്കോ പറയുന്നുണ്ട്, ഈ ട്രാക്കിൽ എനിക്ക് എന്റെ ഫുൾ പെർഫോമൻസ് പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ബൈക്കിന്. വി നീഡ് ടു റീകൺസിഡർ അബൌട്ട് 2016-നും 2025-ന്റെ ഇടയില് 2 പ്രാവശ്യം ഡുക്കാറ്റി അല്ലാതെ ഒരു മാനുഫാക്ചറർ ജയിച്ചിട്ടുള്ളൂ ഈ ട്രാക്കിൽ. അതൊന്ന് പെക്കോ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ട്രാക്ക്. രണ്ടാമത്തേന്ന് വെച്ചാൽ മാർക്കസ് ഇതിൽ MotoGP കയറിയിട്ട് ഒറ്റ തവണ ജയിച്ചിട്ടുണ്ട്. 2014 മാത്രമേ ഈ ട്രാക്കിൽ ജയിച്ചിട്ടുള്ളൂ മാർക്കസ്. കാരണം ഒന്നാമത് ഇത് കൂടുതൽ റൈറ്റ് കോണേഴ്സ് ഉള്ള ട്രാക്കാണ്. അപ്പം മാർക്കസിന് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കുറച്ച്, ആക്ച്വലി റൈറ്റ് സൈഡ് വീക്ക് നല്ല സത്യത്തിൽ, ലെഫ്റ്റ് സൈഡ് വൻ അടിപൊളിയായെന്നാണ്. ആ ഒരു ലെവൽ വെച്ചിട്ട് റൈറ്റ് സൈഡ് ഇല്ല. പക്ഷെ ബാക്കിയുള്ള റൈഡേഴ്സിന്റെ ഒക്കെ എത്രയും തന്നെ മീൻസ് ആ ഒരു ലെവലിലുണ്ട് റൈറ്റ് സൈഡ്. അപ്പം പക്ഷെ അലക്സ് മാർക്കസ് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, പുള്ളിക്കാണ് റൈറ്റ് സൈഡ് അടിപൊളിയാന്ന് പറയുന്നത്. മറ്റേ പഴയ സിനിമയില്ല, മറ്റേ ശ്രീനിവാസനും ജയറാമും ഉള്ളത്, 2 പാർട്ടി പൊളിറ്റിക്കൽ, ഒരാള് ഇത് ഒരാളത് അതുപോലെ. അപ്പം ആ ഒരു രീതിയിൽ ബാറ്റിലായിരുന്നു. അപ്പം ഇതായിരുന്നു സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പം പെക്കോയുടെ ട്രാക്ക്, പെക്കോയ്ക്കാണ് ഒടുക്കത്തെ സപ്പോർട്ടും. പെക്കോ ലൈക്ക് ഒരു ഓവർടേക്ക് ചെയ്തപ്പോ ആ ഹോൾ ട്രാക്ക് ഇറപ്റ്റായി ഈ പെക്കോ കൊണ്ടുപോയെന്നുള്ളത്. കാരണം സ്പ്രിന്റ് അല്ല, മറ്റേ നമ്മുടെ മെയിൻ റേസ് ആണെങ്കിൽ തന്നെ ആദ്യത്തെ 5 ലാപ്പ് പെക്കോ ഭയങ്കര പെർഫോമിംഗ് ആയിരുന്നു. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ മാർക്കസ് വന്നു ഇപ്പൊ പഠിപ്പികളെ പോലെ മാറി കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ ഭയങ്കര പഠിപ്പിച്ചില്ല. അവര് പറയത്തില്ല ഞാനൊന്നും എഴുതിയില്ല, പക്ഷെ അവനൊക്കെ അടിപൊളിയായിട്ട് ഇത് സെറ്റപ്പാ. ഇപ്പൊ ഞാൻ പറയും ഇങ്ങനെ ജയിക്കാൻ ആ ചാൻസ് കൂടുതൽ, എല്ലാത്തിനും മുന്നേ പറയും എന്നെക്കാളും ചാൻസ് കൊടുത്ത എന്റെ അലക്സാ. അലക്സും പെക്കോയും അത് കഴിഞ്ഞിട്ട് ഓടിച്ചിട്ട് പട്ടിയെ തോപ്പിക്കും. അവിടെ നിക്കടാ, നിന്നോട് ആരാടാ എല്ലാം കഴിഞ്ഞിട്ട് അലക്സ് പറഞ്ഞു താൻ സത്യത്തിന്റെ ചേട്ടൻ തന്നെയാണോ, എന്തും മോഹിപ്പിക്കും. മിക്കവാറും വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു പ്രാവശ്യം ഞാനൊരു ചാമ്പ്യൻ ആയിക്കോട്ടെ, തനിക്ക് ഇത്ര പ്രാവശ്യമായി ഉറങ്ങാനൊക്കെ എടുക്കും. മറക്ക സൈഡിൽ ഇങ്ങനെ ചെന്ന് അലക്സ് അതെ അങ്ങനെയല്ല എന്റെ മീനവിയൽ എന്തായോ എന്തോ ചേട്ടാ അടുത്ത മറ്റല്ല അതുപോലെ മറ്റേ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യമൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നൊക്കെ. അടിച്ചോ ക്വാളിഫയിങ് ആക്ച്വലി കുറച്ച് അടിപൊളിയായിരുന്നു. കാരണം കഴിഞ്ഞ MotoGP അറിയാലോ, പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. മാർക്കസ് വരുന്നു, മാർക്കസ് എല്ലാത്തിനും ഫസ്റ്റ് അടിക്കുന്നു, മാർക്കസ് വീട്ടിൽ ക്വാളിഫയിങ് ഇല്ലായിരുന്നു. Q2 മാർക്കസ് ഇറങ്ങിയില്ലേ, Q2 മാർക്കസ് ഇറങ്ങി ഫസ്റ്റ് ലാപ്പ് റെക്കോർഡ്. പിന്നെ ലാപ്പ് റെക്കോർഡ് ചറ പറ എല്ലാവരും ലാപ്പ് റെക്കോർഡ്. ഇതിന് മുന്നത്തെ ലാപ്പ് റെക്കോർഡ് ലാപ്പ് റെക്കോർഡ് ഹോർഹെ മാർട്ടിൻ എന്ന് പറയുന്ന പഴയ ഒരു റൈഡർ ആയിരുന്നു, വലിയ ആളാ, കാണാനില്ല ഇപ്പൊ. പുള്ളി ചില്ലേ, പുള്ളി അവിടെ ബ്ലോഗറായി. പുള്ളി ബ്ലോഗ് ചെയ്യാ, പുള്ളി ലോറൻസോനെ പോലെ ബ്ലോഗിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ. നീ കണ്ടോ പുള്ളിയുടെ ബ്ലോഗ്? ഞാൻ കണ്ടോന്നില്ല. ഇതേപോലെ ഈ നമ്മുടെ വീഡിയോ എടുത്ത് ആരെങ്കിലും അവന്മാരുടെ വീഡിയോ അവന്മാർ അവിടെ വന്ന് എന്തോ പറയുക. അത് പറഞ്ഞപ്പോഴേ ഞാൻ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇരുന്ന് പണിയുടെ ഇടയിൽ ബോറടിച്ചപ്പോൾ വെറുതെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുക. അപ്പോഴേ നമ്മുടെ ഒരു പുതിയ ചാനല് നമ്മളിപ്പോ മറ്റേ ഗ്ലിച്ച് ഇൻ ദ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ MotoGP മഴയത്ത് റോസിക്ക് അപകടം, അത് കൊള്ളായിരുന്നു. ഒന്ന് ആലോചിക്കല്ലേ, പാസ്റ്റിൽ ഒരു ചെയർ അങ്ങോട്ട് അനങ്ങിയതാ, എല്ലാം മാറി. കൊച്ചി TT അന്നേരം ആയിരിക്കും ഈ ചെയർ മാറുന്നത്, എന്നിട്ട് എല്ലാം ഇന്ത്യ നടക്കും. ചെയർ ഇങ്ങോട്ട് മാറും, ഫുള്ള് കേരളം നിൽക്കും. നമ്മൾ ഇറ്റലി MotoGP. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇറ്റലിയിൽ മാർക്കസിന്റെ അച്ഛൻ ജയിക്കണം, എന്നാലും അയാൾ മറ്റേ കൊണ്ടു കിടന്നത് നമ്മളെ. പക്ഷെ അന്ന് അവിടുത്തെ അയാൾ അങ്ങനല്ല, അവിടുത്തെ അയാൾ മറ്റേ മോനെ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കണം, അതെല്ലാം ഇല്ല. ഒന്ന് ആലോചിക്കാം, നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കൂല്ലേ, ദൈവമേ അടുത്തോട്ട് ഇറ്റലി ജനിക്കണേ, അടുത്ത ലൈഫിൽ ജനിക്കണം. ലോറൻസോയുടെ അച്ഛൻ ചാക്കോമാഷായിരുന്നു, ഇറ്റാലിയൻ ഭാഷയിൽ അത് പറയും. ലോറൻസോയുടെ അച്ഛൻ ചാക്കോമാഷായിരുന്നു. ഓ, അയാള് സൈക്കോയാ, എന്തായിരുന്നു ചിക്കോ ലോറൻസോ. അയാള് ആണ് ഇയാളെ ഇങ്ങനത്തെ ഒരു മെഷീൻ പോലെ ചിക്കോ ലോറൻസോ ആൾക്കാരൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ചിക്കോ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി പറയാം. പെക്കോനെ കുറിച്ച് പറയാം. അപ്പം പെക്കോ
അടപടലം കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് മീൻസ് ക്വാളിഫയിങ്ങിൽ പെക്കോരെ തന്നെ ഇഷ്യൂ ആണ്. കാരണം ഡുക്കാറ്റി എല്ലാം ചെയ്യുന്നുണ്ട്. അവര് ടെക്നിക്കലി ലീഡിങ് റൈഡറിനെ സപ്പോർട്ട് ചെയ്താണ് ഇവർ സാധാരണ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ഇവൻ എത്ര ഇപ്പം 90 സംതിങ് പോയിന്റ്സ് ബാക്കിലാണ്. റേസ് തുടങ്ങിയപ്പോ 93 ആയിരുന്നു. ഇപ്പൊ അത് വീണ്ടും മാറി സംതിങ് ആയി 98 എന്തോ ആയി. അപ്പോ എന്നിട്ടും ഡുക്കാറ്റി ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. ഇവൻ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അത് രണ്ടുണ്ട് കാര്യം. ഒന്ന് ഇറ്റാലിയൻ റൈഡർ, ഇറ്റാലിയൻ മാനുഫാക്ചർ. സോ അത് ഒരു ഇറ്റാലിയൻ റൈഡർ അവരുടെ ടീമിൽ വേണം. ഓഫ് കോഴ്സ് അതൊരു ഇറ്റാലിയൻ ടീം അല്ലേ. അപ്പൊ അതൊന്ന് എന്നിട്ട് ക്വാളിഫയിങ് ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്ത്. പെക്കോയുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് ഞാൻ പറയാം. ലൈക്ക് സെക്കൻഡ് വന്നു പെക്കോ. ആക്ച്വലി ലൈക്ക് നമുക്ക് പഴയ പെക്കോനെ മെയിൻ റേസിൽ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു റേസിനകത്ത് വരുന്നതിനാണ്. അപ്പം അതായിരുന്നു ക്വാളിഫയിങ്. ലൈക്ക് മാർക്കസ് ഫസ്റ്റ്, പക്ഷെ വളരെ ഗ്യാപ്പ് കുറഞ്ഞ് തന്നെ രണ്ടുപേരുണ്ടായിരുന്നു. പെക്കോ ഉണ്ടായിരുന്നു, അലക്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് സ്പ്രിന്റ് സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് മാർക്കസിന്റെ ഇടയ്ക്ക് മാർക്കസിന്റെ ഗ്ലിച്ച് അവിടെയൊക്കെയാ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടോ ഈ സ്വിച്ച് ഒക്കെ പറഞ്ഞു. ഇത് ഈ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാമപ്പ് ലാപ്പ് കഴിഞ്ഞ് വരും. എന്നിട്ട് ഇതൊരു പ്രൊസീജിയറാണ്. അപ്പം എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗ്രിഡിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് റൈറ്റ് ഹൈറ്റ് ഡിവൈസ് പ്രസ് ചെയ്യും. അപ്പം വണ്ടി താഴും. അത് കഴിഞ്ഞിട്ട് റേസ് സ്റ്റാർട്ട് ഡിവൈസ്, അതായത് ലോഞ്ച് കൺട്രോൾ പ്രസ് ചെയ്യണം. പുള്ളി അത് മാറുന്നത്. അപ്പോൾ ഈ ലോഞ്ച് കൺട്രോൾ പ്രസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ഇങ്ങനെ പോയി നിൽക്കും. കറക്റ്റ് RPM വന്ന് നിൽക്കത്തില്ല. അപ്പൊ പുള്ളി അവിടെ വന്നിട്ട് എല്ലാം ചെയ്തതെന്ന് വെച്ച് കൈയെടുത്തതും ഇതിങ്ങനെ പോയി. പുള്ളി അയ്യോ മാറിപ്പോയി. എന്നിട്ട് പുള്ളി കറക്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴത്തേക്കും പച്ചയായി. അത് നമ്മളൊരുമാതിരി മറ്റേ നാട്ടില് ട്രാഫിക് ലൈറ്റിന്റെ എടുത്തതുപോലെ പുള്ളി ഒറ്റ പോക്ക്. നമ്മൾ ഈ ട്രാഫിക്ക് നിൽക്കുമ്പോഴത്തേക്ക് അറിയാതെ ന്യൂട്രൽ ഗിയറൊക്കെ വീഴാതെ വരുന്ന സിറ്റുവേഷനില്ലേ ബാക്കി എല്ലാവരും പറയാൻ നിൽക്കുക. അതേപോലെ ചെയ്തു പുള്ളി ചെയ്തു. പക്ഷെ പുള്ളിക്കുണ്ടല്ലോ ഇങ്ങനെ എന്ന് സംഭവിച്ചാലും പുള്ളിയെ ജയിക്കും റേസ്. പുള്ളിയെ മറ്റേ Moto2 ഓർമ്മയില്ലേ, പണ്ട് മറ്റേ വണ്ടി സ്റ്റാർട്ട് ആവാതെ ഏറ്റവും ബാക്കിൽ തുടങ്ങിയിട്ട് പോയത്. ഇങ്ങനത്തെ ചലഞ്ച് ഒക്കെ പുള്ളിക്ക് ഇഷ്ടം. എനിക്കൊന്നും ഇത് പുള്ളി അറിഞ്ഞോണ്ട് ചെയ്യും കേട്ടോ. ലെവലിൽ ഇച്ചിരി ഈസിയാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊരു റേസർ ജിന്ന് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇപ്പൊ ദുബായിലെ മോട്ടോക്രോസ് റേസറാ കാവസാക്കിന്റെ. അപ്പം പുള്ളിയാണെങ്കിൽ പണ്ടത്തെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ പോകുമ്പോൾ മടുക്കും. വീഡിയോസ് ഉണ്ട് യൂട്യൂബില്. അപ്പൊ പുള്ളി എന്ത് ബാക്കിൽ പോകുന്നവരെ കയറ്റിവിടും. എന്നിട്ട് വീണ്ടും അവരെ മറ്റേ നാണം കെടുത്തി തോപ്പി ഫ്രണ്ടിൽ പോയി. ഇതേപോലെ മാർക്കസിന്റെ കാര്യം അതാന്ന് തോന്നുന്നത്. പുള്ളിക്ക് ബോറടിക്കും എത്രന്ന് വെച്ചാന്നേ. ഒരു രസമൊക്കെ വേണ്ടേ, ഒരു ത്രില്ലൊക്കെ വേണ്ടേ. പെക്കോയ്ക്ക് മറ്റേ പ്രതീക്ഷ നെല്ലിപ്പ കേട്ടോ. പെക്കോട് ഇങ്ങനെ പറഞ്ഞു, പെക്കോട് മനസ്സിച്ച് പ്രതീക്ഷ കൊടുക്കുന്നത് നിന്റെ നീ ജയിച്ചോടാ. ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടു ഇത് നിന്റെയാടാ നീ എടുത്തോ. പെക്കോ ആക്ച്വലി ബൈക്കിന് വീഴാൻ പോയി. മാർക്കസ് സാറാടാ പറയുന്നത് കേറി പൊക്കോടാ. ഹലോ അതെ പെക്കോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എന്നിട്ട് തോപ്പിച്ച് എപ്പിസോഡ് ഇറക്കിയതില് ഈ ഒറ്റ എപ്പിസോഡില് ഒരുപാട് മൂവി റെഫറൻസ് ഉണ്ട്. എന്നിട്ട് പെക്കോ എന്നിട്ട് ഇത് കണ്ടപാടെ പെക്കോ ചെറ്റാണ് പോയി. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഇന്ന് മിക്കവാറും പെക്കോ ഇന്ന് പെക്കോ പൊളിക്കും. ഒരു ലാപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവരങ്ങ് കയറി പോകും. പിന്നെ പെക്കോ കുറച്ച് കഴിയുമ്പോ മനസ്സ് മടുക്കും. അങ്ങനെ പോയാലോ. മാർക്കസ് കയറും, അലക്സ് മാർക്കസ് കയറും. പിന്നെ പെക്കോ അങ്ങ് പോയി വയ്യ എന്നുള്ളൊരു ഇതാ. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി കേട്ടാ. ഡേവിഡ് ടെർണോസിനോട് പോയി പറയും എല്ലാരും എന്നെ ചതിക്കുക. ചതിച്ചതാ എന്നെ ചതിച്ചതാ. എല്ലാം കഴിഞ്ഞിട്ടിരിക്കുക 24 തരാൻ പറ്റുമോ. അങ്ങനെ അത് തോറ്റി പെക്കോ. പക്ഷെ തേർഡെത്തി, പോഡിയത്തിലെത്തി കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു മെയിൻ റേസ് ആണ് ഇനി പൊളിക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ റേസ് വന്നു. മെയിൻ റേസിലാണെങ്കിൽ മാർക്കസിന് നല്ല സ്റ്റാർട്ടിങ് കിട്ടി. പക്ഷേ പെക്കോ കിഡുമായിട്ട് ആദ്യത്തെ ഒരു 4-5 ലാപ്പ് കട്ട ബാറ്റില്. അപ്പൊ ഞാൻ വിചാരിച്ചു വീണ്ടും പെക്കോ കിടുവായി. എന്റെ അതിന്റെ ഇടയിൽ ഫ്രണ്ട് സ്ട്രൈറ്റിന്റെ അവസാനം മറ്റേ നമ്മുടെ അലക്സ് മാർക്കസ് അവർ രണ്ടൊരു ഔട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കി. അതെ എന്നിട്ട് പുള്ളി നേരെയൊക്കെ പോയി. വൺ ബാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് കണ്ടതിനകത്ത് സാധാ പഴയ കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെ പെക്കോ. ഇപ്പോഴത്തെ പെക്കോയുടെ അവസ്ഥ എന്നറിയാമോ? ഒരു കഴിഞ്ഞ വർഷത്തെ ഫാബിയുടെ അവസ്ഥ. എന്ത് ചെയ്തിട്ട് ഒരു മെനയാവുന്നില്ലല്ലോ ഈ വണ്ടി. ചെയ്താലും പറ്റുന്നില്ലല്ലോ. ഫാബിയുടെ കാര്യം പറഞ്ഞപ്പോഴാ 5 ലാപ്പ് കഴിയുമ്പോഴത്തേക്ക് പെക്കോ മറന്നു വീണ്ടും. മറ്റേ അൽഷിമസ് ഒക്കെ വരുന്നല്ലോ 5 ലാപ്പ് കഴിഞ്ഞ. അല്ലല്ല ബോഡി സ്വിച്ചാ. അപ്പോഴത്തേക്ക് ഫാബിയോ പുള്ളി ഈ ഇടയ്ക്ക് ഫാബിയോ പറഞ്ഞു എന്റെ പെക്കോളെ റൈഡിംഗ് സ്റ്റൈല് ഡിറ്റോ ഒരേപോലെ. ഞങ്ങളുടെ അവസ്ഥ മറ്റേ ഇതാ. ഒരു കാര്യം ഓർക്കുമ്പോൾ എന്റെയും ചേട്ടന്റെയും സൗണ്ട് ഒരേപോലെ. അതെന്റെ അച്ഛൻ പണ്ട് ചായക്കട നടത്തിയിട്ടുണ്ട് ഫ്രാൻസില്.
ഇത് ഫാബി പറഞ്ഞായിരുന്നു കഴിഞ്ഞ റേസിന് മുന്നേ അത് മറ്റേ എന്റെ പെക്കോയുടെ റൈഡിങ് സ്റ്റൈൽ ഒന്നേ പോലെ എനിക്ക് കാണുമ്പോ തോന്നാറുണ്ടെന്ന്. അല്ല നീ ഉണ്ടായിരുന്നു ഫാബിയുടെ തോറ്റു ഇങ്ങനെ പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ ഫാബിയോ TV പോലും ഇപ്പൊ കാണുന്നില്ല. പോടാ. ഫാബിയോ എന്തായെന്ന് ചോദിച്ചപ്പോഴത്തേനും ഫാബിയോ അവിടെ കണ്ടുണ്ട്. എടാ എന്താ 10 8 എങ്ങാണ്ടോ. ഇല്ല ലൈക്ക് ഭയങ്കര കഷ്ടമാണ്. കാരണം പുള്ളി 5th ആണോ 4th ആണോ സത്യം പറയണ്ടേ ഫാബിയോ കാണുമ്പോൾ കറക്റ്റ് എനിക്ക് അങ്ങനെ തോന്നുന്നത് അറിയോ, മറ്റേ കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ അതെ അവൻ ജിമ്മിൽ പോയിട്ട് മറ്റേ വെയിറ്റ് പൊക്കത്തില്ലേ, അപ്പൊ സൈഡിൽ നിന്നിട്ട് വരത്തില്ലേ വെറുതെ ഷോ അടിക്കാതെ 5 കിലോ പൊക്കുന്നേ. ഈ സെറ്റ് ഫാബി മാരണ റൈഡിങ്ങാ കാണുന്നതൊക്കെ, പക്ഷെ എല്ലാരും സൈഡിൽ കൂടെ വരും ഒന്ന് മാറിക്കണേ. അല്ല ഇല്ലല്ല എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമഹയ്ക്ക് അവരുടെ വണ്ടിക്ക് പവർ ഉണ്ട്, പക്ഷെ അത് ട്രാക്ഷൻ ഇല്ല. ഔട്ട് ഓഫ് ദ കോർണർ വരുമ്പോ എല്ലാരും അപ്പൊ എല്ലാം പറഞ്ഞല്ലേ മാറിപ്പോയി ഞാൻ പോട്ടെ ചെറുതായിട്ട് റെസ്പെക്ട് ഒന്ന് മാറി ഒന്ന് മാറി അത് പോട്ടെ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പ്ലസ് സൈഡൊക്കെ കൊടുക്കും കേട്ടോ, കയറിപ്പോക്കോളാം എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പം മാർക്കസിനെയും ഫാബിനെയും ഒരു ഈക്വൽ മെഷീനറിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് the only other rider who can take the fight to Marcus is Fabio. കണ്ടറിയാം രമണ ആ യമഹേനെ ഔട്ട് റൈഡ് ചെയ്യുന്ന ഒരേ റൈഡർ എന്ന് വെച്ചാ ലൈക് Q2 യമഹേനെ. എന്റെ റാക്ക് മോനി വരട്ടെ. ഏത് റാക്ക്? ടോപ്പ് റാക്ക് പൊളിക്കും. ടോപ്പ് റാക്ക് ഇങ്ങോട്ടും മറ്റേ മില്ലർ അങ്ങോട്ടും. മില്ലറിന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇല്ല അത് വേറെ സംഭവമുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യമഹയില് കാൽക്രച്ചിലോ ഹോണ്ടയിലോട്ട് പോവാ. ഹോണ്ടയിലെ ലീഡർഷിപ്പ് റോളിലാണ് പോകുന്നത്. അത് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. അത് ബിക്കോസ് ഹോണ്ട WSBK ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ കാര്യമില്ല. മോട്ടോ ജിപിയിൽ ഒരു വഴിയായി പ്രൊജക്ടിന് ഫണ്ടില്ല, എത്ര അല്ലല്ല മറ്റേ ടീമിനെ ഇറക്കാൻ ശ്രമത്തിൽ ഹോണ്ടക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. അവർക്ക് പ്രസ്റ്റീജ് ആണ്. ഇതിലിപ്പം ബേസിക് ഹോണ്ട യമഹ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് കമ്പനീസിന്റെ കൾച്ചറിന്റെ ഇഷ്യൂ ആണ്. അവര് ചേഞ്ചസ് കൊണ്ടുവരും, അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരും ചിലപ്പോ പക്ഷെ അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഉള്ള സംഭവം പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കോവിഡ് വന്ന സമയത്താണ് ഇവർക്ക് പണി കിട്ടിയത്. അതേസമയം യൂറോപ്യൻസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് അവരുടെ ചേഞ്ചസ് റാപ്പിഡ് ആണ്. സാധനം പെർഫെക്റ്റ് ആയില്ലെങ്കിൽ പോലും അവർ ഇറക്കി വിടും, നമുക്ക് ഓൺ ദ ഗോ ചെയ്യാം എന്നുള്ള. പക്ഷെ അതേസമയം ജാപ്പനീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ പിഴിഞ്ഞ് പാലിങ്ങനെ ശർറന വരും. ആ V4 അവര് ഈ ഒരു വർഷത്തേക്ക് വേണ്ടി V4 കൊണ്ടുവരാം. പക്ഷെ അത് ഇപ്പൊ നടക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമഹയിലെ റേസ് ടീമിൽ ഇപ്പൊ കുറെ യൂറോപ്യൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും നമുക്ക് അത് V4 എന്ന് പറയുമ്പോഴും സൈഡിൽ നിന്ന് ജപ്പാനീസുകാർ നിൽക്കുന്നത്. നമുക്ക് ഒരു ബോൾട്ട് കൂടി ഇട്ട ഇൻലൈൻ ഒന്ന് പിടിച്ചു നോക്കിയാലോ, ഈ ജാപ്പനീസിന്റെ ബേസിക് വർക്കിംഗ് കൾച്ചറിന്റെ പ്രശ്നമാണ്. അവര് വെരി ലൈക്ക് ചേഞ്ച് അവേഴ്സ് ആണ്. അവർക്ക് ചേഞ്ച് വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു സാധനം കൊണ്ടുവന്നാൽ അതിനെ പെർഫെക്റ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും കിടു ഫോമിലെത്തിക്കും. പക്ഷെ ഇപ്പം ബാക്കി യൂറോപ്യൻ ലൈക്ക് മാനുഫാക്ചേഴ്സിനെ നോക്കുമ്പോഴത്തേക്ക് അവർ ടെസ്റ്റ് ചെയ്ത് കയറി വന്നു. അവര് ഓൺ ദ ഗോ ചെയ്യുവാണ്. ഇവരിവിടെ മറ്റേ ഇത് ഞാൻ സെറ്റ് ആക്കിയാലേ ഞാൻ അത് കൊണ്ടുവരുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുവാണ്. അതുകൊണ്ടാണ് ഇത് ആയി പോകുന്നത്. ഇല്ല ഹോണ്ട ഇങ്ങനെ ആയിരിക്കും. മറ്റേ ഫണ്ടൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, ഹോണ്ടയുടെ ഹോണ്ട ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, വണ്ടിയൊക്കെ ശരിയാക്കും. എന്നിട്ട് റൈഡർമാരെ കണ്ടിരുന്നു 2 മൊണ്ണ ഇവന്മാരെ കൊണ്ട് നടക്കത്തൊന്നുമില്ല, മാറ്റി പിടിയട്. യമഹയിൽ ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്രച്ചിലോ ഹോണ്ടയിലോട്ട് പോകുന്ന അതേ ടൈമില് സീനിയർ റോഡില് അലേഷ് എസ്പ്രാർക്കോ ഉണ്ട്. അവര് ഓർഹെ മാർട്ടിനെ എങ്ങനെയെങ്കിലും വലിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഡെവസിയോസോ മെയിൻ ആവുക.
കാൽക്രസ്റ്ററോക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഡോസിയോസ് വന്നത്. കാരണം കാൽക്രസ്റ്ററോക്ക് കുറെ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഈ റൈഡറിന് ഇല്ലാത്ത ഇഞ്ചറിയൊക്കെ കാൽക്രസ്റ്ററോക്ക് റൈഡറൊക്കെ തിരിച്ചു വന്നു. പുള്ളി ഇതുവരെ വന്നില്ല, ഞാൻ റെസ്റ്റിലാണ്. അല്ല, വേറൊരു സംഭവം കൂടെ ഉണ്ട്. പുള്ളി മറ്റേ ടെസ്റ്റ് റൈഡറാന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല അവിടെ. സത്യം. പക്ഷെ ഡോസിയോസ് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ GP25, GP24, GP23 ഈ മെഷീൻസ് ഇങ്ങനെ പെർഫോം ചെയ്യാനുള്ള റീസൺ ഡോസിയോസോ ആണ്. ഈ കാൽക്രസ്റ്ററോ അവിടുത്തെ ഫ്രീ ഫുഡിന് വേണ്ടി പറഞ്ഞിട്ട് വരും. ഡോസിയോസോ ആണ്. പുള്ളി ഒരു മോട്ടോ GP ലെജൻഡാണ്. അയാള് കിഡ് റൈഡറാണ്. മാർക്കസ് ഇല്ലായിരുന്നു ചാമ്പ്യൻഷിപ്പ് കുറെ അടിക്കേണ്ട ഒരു വ്യക്തിയാണ്. പിന്നെ പ്ലസ് ആ വളയാത്തയും തിരിയാത്ത ആ ഡുക്കാറ്റീനെ ആ സമയത്ത് ആ രീതിയിൽ ഓടിച്ച ഒരു പുള്ളിയാണ് ഡോസിയോസോ. ആഫ്റ്റർ കേസി സ്റ്റോണർ ഓഫ് കോഴ്സ്. അപ്പം ഡോസിയോസോ നല്ല റൈഡറുമാണ്. പ്ലസ് പുള്ളിക്ക് അത് ഫാബിയോ കൂടെ പറഞ്ഞ കാര്യം, പുള്ളിയുടെ എഞ്ചിനീയേഴ്സിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് അടിപൊളിയാണ്. ലൈക്ക് ഈ ഇപ്പം ഒരാൾക്ക് കിടില റൈഡർ ആവാം, ലൈക്ക് ബൈക്ക് ഓടിക്കാം. പക്ഷെ അത് പക്ഷെ ഈ ഇത് എങ്ങനെ അല്ല കിടിലൻ റൈഡർ. ബാക്കി പറഞ്ഞോ. നിന്നെ പോലെ കിടില റൈഡർ. ബാക്കി പറ. നിങ്ങൾ അതിന്റെ വണ്ടി കട്ടപ്പുറത്തായിട്ട് എത്ര നാളായി? ബാക്കി പറയാ. എന്നിട്ട് ഓ അങ്ങനെ ബൈക്കിന് എത്ര വീലുണ്ടെന്ന് പറഞ്ഞില്ല. ബൈക്കിന് എത്ര വീലുണ്ടെന്ന് പറഞ്ഞോടാ അവന്. അത് നീ ഇപ്പൊ എന്തിനാ പറഞ്ഞു കൊടുത്തവര്? എവനെ കൊണ്ട് ഒരു ടയർ മാറ്റിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ. നമുക്ക് ഡോസിയസിൽ പോകാൻ പറയാം. ഈ കുന്നുകളും അപ്പം ഫീഡ്ബാക്ക് ഭയങ്കര അടിപൊളിയാണ് എഞ്ചിനീയേഴ്സിന് കൊടുക്കുന്ന പുള്ളി. ഈ എക്സാക്ട് ആയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പുള്ളി കൊടുക്കാൻ പറ്റും. അതെ. അപ്പം ഫാബിയോ പറയുന്നത് നല്ലൊരു ഇതാ. ഫാബിയോടെ പറഞ്ഞതിന് കാരണത്താലാണ് ഇപ്പൊ നല്ല റോളിലോട്ട് പ്രൊമോട്ട് ചെയ്തത്. 2 ഇയർ കോൺട്രാക്ടോ അതുകൊണ്ട്. പിന്നെ രണ്ടാമത് ജാക്ക് മില്ലറിന് മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഫ്രം WSPK ഉണ്ട് വിത്ത് ലോട്ട് ഓഫ് മണി. ജാക്ക് മില്ലറിന് പക്ഷേ മോട്ടോ GP നിൽക്കണം എന്നാണ് ആഗ്രഹം. കാരണം ദിസ് ഇസ് ദ എപ്പിറ്റോം. അത് മാത്രമല്ല വേൾഡ് സൂപ്പർ ബൈക്കിൽ കുറച്ച് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ലൈക്ക് ഡുക്കാറ്റി ബാറ്റിസ്റ്റ എന്ന് പറഞ്ഞൊരു എക്സ് മോട്ടോ GP റൈഡർ ഓടിച്ചോണ്ടിരുന്നത്. ആ പുള്ളിയുടെ കോൺട്രാക്ട് അവർ കട്ട് ചെയ്ത്. അപ്പം പുള്ളി ഇല്ല അടുത്ത 2026 ഓടിക്കുന്നില്ല. അവർക്ക് ഡുക്കാറ്റി പറഞ്ഞു വേണ്ട. ഇയോനെ മറ്റേ എന്തുവാ എന്റെ പേര്, ഒരു ഫാക്ടറി അല്ല മറ്റേ ബെലൂഗ ഇപ്പോഴും ഉണ്ടല്ലോ. ബുലേഗാണ് ടോപ്പ് റൈഡർ ഡുക്കാറ്റില്ല. അതുകൊണ്ട് അവന് കോൺട്രാക്റ്റും നല്ല പൈസയും കൊടുത്തു. അപ്പൊ ബാറ്റിസ്റ്റ പറഞ്ഞു ഞാൻ ഓക്കെ കേട്ടോ, ഞാൻ നിന്നോളാം. അപ്പൊ പറഞ്ഞു നീ ഇല്ല, നീ മാറി. ബാറ്റിസ്റ്റയ്ക്ക് പോകാൻ സമയമായി. നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടിരുന്നല്ലേ ആണ്. പക്ഷെ ബുലേഗ വന്നതിന് ശേഷം വലിയ പെർഫോമൻസ്. ബുലേഗ വരുന്നതിന് പുള്ളി എങ്ങാണ്ട് വരുന്ന സ്റ്റാർ 2 ടൈംസ് വേൾഡ് ചാമ്പ്യൻ. എന്തുവാ 2 ആണോ തോന്നുന്നു വേൾഡ് സൂപ്പർ ബൈക്കിൽ. അയാളുടെ മറ്റേ അയാളുടെ റേസിംഗ് ലിവറിയിൽ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ ബാറ്റിസ്റ്റ പോയി. അപ്പൊ അവിടെ ഒരു ഡുക്കാറ്റി വേക്കൻ്റ് ഉണ്ട്. പിന്നെ BMW ടോപ്പ് റാക്ക് മാറി. ടോപ്പ് റാക്ക് നെക്സ്റ്റ് ഇയർ മോട്ടോ GP വരും. ഇപ്പൊ BMW റൈഡറിന് കിഡു കാശ് കൊടുത്ത ആരാളും എടുക്കുന്നതെന്ന് കേട്ടെ. കാരണം ടോപ്പ് റൈഡർ ഇല്ല ഇപ്പൊ അവർക്ക്. ഈ ടോപ്പ് റാക്ക് വന്നതിന് ശേഷം ടോപ്പ് റാക്കിന്റെ പേര് തന്നെ ഉണ്ട് ടോപ്പ്. പുള്ളി വന്നതിന് ശേഷമാണ് അല്ല ഇത് ഭയങ്കര റിലേറ്റഡാ. അപ്പൊ ജാക്ക് മില്ലറിന് ഡുക്കാറ്റിന്ന് ഓഫർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ BMW വേക്കൻറ്റ് സീറ്റ് ഉണ്ട്. അത് ഒരു ഇത് അവര് ആക്ച്വലി സുസുക്കിന്റെ ഡേറ്റാസ് എല്ലാം മേടിച്ചിട്ടുണ്ട്. പഴയ മോട്ടോ GP എത്ര $1 million വാങ്ങി. അവര് 27 അവർ ആക്ച്വലി മോട്ടോ GP ബൈക്ക് അവർ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് അവരത് സ്ക്രാപ്പ് ചെയ്ത പ്രോഗ്രാം. ബട്ട് സ്റ്റിൽ റണ്ണിങ് ആണെന്ന് കേട്ടോ. കാരണം അവര് 27ലേക്ക് ജസ്റ്റ് ഡോറിനോട് പറഞ്ഞിട്ടുണ്ട് അത്രേ. പക്ഷെ ഡോറിന് വേറെ ടീംസ് വേണ്ടെന്ന് പറയുന്നോണ്ടാണല്ലേ ടോപ്പ് റാക്ക് അങ്ങനെ വരാനാണ് ഇരുന്നത്. പക്ഷെ കൺഫേം അല്ലല്ലോ BMW വരുവോ വരുത്തില്ലോ. അപ്പൊ പിന്നെ ടോപ്പ് റാക്ക് റിസ്ക് എടുക്കണ്ടാവും. അവനൊന്നാമത് ഏജ് അതൊക്കെ ആയില്ലേ. അപ്പൊ അങ്ങനെ കുറെ ഇത്. അപ്പം ജാക്ക് മില്ലറിന് അങ്ങോട്ടൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ജാക്ക് മില്ലർ മോട്ടോ GPയിൽ നിൽക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പുള്ളി പറഞ്ഞു ലൈക്ക് എനിക്ക് മണിയല്ല, മോട്ടോ GP റൈഡ് കിട്ടുമ്പോൾ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റ്. സോ അങ്ങനെയൊക്കെ പോകുന്ന ആ കാര്യങ്ങള്. പിന്നെ റൈഡർ മാർക്കറ്റ് ഫുള്ള് ഷഫിളായി. ടോപ്പ് റാക്ക് വന്നതിന് ശേഷം റൈഡർ മാർക്കറ്റ് മൊത്തം ടോപ്പ് റാക്ക് വന്നതും പോയതും
ഞാനൊന്ന് യമഹേനെ കുറിച്ച് പറഞ്ഞോട്ടെ. പറഞ്ഞു ഒരു യമഹ ഫാൻ പോയി തന്നെ പറ അങ്ങോട്ട്. നല്ല വിഷമമുണ്ട്. എന്നിട്ട് സ്വന്തം വണ്ടി കവാസാക്കി. എന്നാ എനിക്കൊരു 6 മണി മേടിക്കാൻ പൈസ ഇല്ല, പറ്റില്ല. ഭാര്യ പഠിക്കും. അതിരിക്കട്ടെ, വീഡിയോ കുറെ ആയെന്ന് തോന്നുന്നില്ലേ? ഇപ്പം എന്നിട്ട് ഓക്കെ നമ്മള് ഡിവോസിയോസോന്റെ ഫീഡ്ബാക്ക്, പിന്നെ പ്രമാക്കിന് അവരുദ്ദേശിച്ച പോലത്തെ റിസൾട്ട്സ് കിട്ടുന്നില്ല. കാരണം മിഗേൽ ഒലിവേര ക്രാഷ് ചെയ്ത് ഒരു വഴിക്കായി. 5 DNF, 7 റേസിൽ 5 DNF. ജാക്ക് മില്ലർ ആണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പം ഈ സമ്മർ ബ്രേക്കിന് മുന്നേ ഇവര് പെർഫോം ചെയ്ത് ഇവരുടെ 4 റേസസ് എന്തോ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഇവര് തമ്മിൽ പറ്റി. കാരണം ഒലിവേറ ഇതിനിടയ്ക്ക് പോയി പടവനായിരുന്നു. അതുകൊണ്ട് പുള്ളി കറക്റ്റ് ഒരു ഇത് വരത്തില്ലല്ലോ റെഫറൻസ്. രണ്ടുപേരോട് പിന്നെ മറ്റേ പുള്ളിനെ ചിലപ്പോ എടുക്കാൻ ചാൻസ് ഉണ്ട്. മാനുവൽ മോട്ടോ2 അവര് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബൈക്ക്. അത് പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അപ്രിലിയാ. മനു ഗോൺസാലസ് എന്ന് പറഞ്ഞ അവനല്ലേ? അവന് അവനെ നോക്കുന്നുണ്ട്. ട്രാക്ക് ഹൗസ് പോയി പണി നോക്കാൻ പറഞ്ഞു അപ്രിലിയ ഫാക്ടറി ടീമിനോട്. അയോഗ്യനൊന്നും തരത്തില്ലെന്ന് പറഞ്ഞു. ട്രാക്ക് അപ്രിലിയ പറഞ്ഞേ ഹോർഹെ പോവാണെങ്കിൽ നമുക്ക് അഗുറനിങ് എടുക്കാം. അവര് നൈസായിട്ട് അപ്പുറത്തൂടെ പറഞ്ഞേ അഗുറനെ റൗൾ ഫെർണാണ്ടസിന് 2027 വരെ 26 വരെ എന്തോ ഞങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തെന്ന്. അപ്പൊ അതല്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് ഹോർഹയുടെ കാര്യം തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് അപ്പറിലേക്ക് അറിഞ്ഞുകൂടെ ഇനി ആരെ എടുക്കണം. ലുക്ക മെറിനിയുടെ കാര്യം തീരുമാനം തോന്നുന്നത്. അപ്പം ഇതാണ് റേസ്. മാർക്കസ് ജയിച്ചു. ലീഡ് ഇങ്ങനെ കൂടിക്കൊണ്ട് പയ്യെ വന്നുകൊണ്ടിരിക്കുക. അല്ല, ഇന്നലത്തോടെ കഴിഞ്ഞ റേസോടുകൂടെ തീരുമാനമായി. പെക്കോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. മാർക്കസിന്റെ വേറെ സംഭവം. ആഫ്റ്റർ ഹെരത്ത് പുള്ളി ലൈക്ക് ഒരു പാഠം പഠിച്ചു. ആര് ഫ്രണ്ടിൽ കയറിയാലും വേഗത്തിലും കാണിക്കുന്നത്. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റില് പുള്ളി. അതുകൊണ്ട് ഇത്തവണ അങ്ങനെയൊന്നും കാണിച്ചില്ല. അതുണ്ട് 100th പോഡിയം, 93rd വിൻ. അതെ, 93ക്ക് 93 വിൻസ്. 2014 ശേഷം റോസിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു. ഇറ്റലി വന്നിട്ട് പൊളിച്ചട്ടിക്ക് പോയി. ഇനിയിപ്പം ഓഫ്കോഴ്സ് ചാമ്പ്യൻഷിപ്പ് പുള്ളി ഇപ്രാവശ്യം കൊണ്ടുപോകും. ഇനിയിപ്പം നെക്സ്റ്റ് ഇയറിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ ടയർ ചേഞ്ച് ടോപ്പ്. ആക്ച്വലി ഇപ്പം റേസിനെക്കാളും കൂടുതൽ ഡ്രാമ റേസിന്റെ പുറത്താണ്. പക്ഷെ അടിപൊളിയാ, നല്ല രസമുണ്ടായിരുന്നു. ബോറിംഗ് റേസ് ഒന്നും അല്ലായിരുന്നു, നല്ലായിരുന്നു കാണാൻ. ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അടുത്ത ഏതാ? SN അല്ലേ? നെക്സ്റ്റ് വീക്കിലാണ്. അതിന്റെ അടുത്ത വീക്കല്ല, അല്ലല്ല ഈ വരുന്ന വീക്കിലാ. ഓ ബിക്കോസ് അടുത്തടുത്ത് ഒന്ന് തുമ്മിയ 2 കൺട്രി മാറിപ്പോ. അങ്ങനെ അപ്പൊ അടുത്തടുത്തായതുകൊണ്ട് പെട്ടെന്ന് റേസ് ഉണ്ട്. ഈ വീക്ക് കാണാം. പിന്നെ സമ്മർ ബ്രേക്ക് ഒന്നും അല്ലേ? പിന്നെ സമ്മർ ബ്രേക്ക് ആണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയക്ക് പോയാലോ? എനിക്ക് താല്പര്യമുണ്ട്, നോക്കാം. അത് സെറ്റ് ചെയ്യാം. $190 അത്രയല്ലേ ഉള്ളൂ. ഓ റിച്ച്. 190. ഇവിടെ ഒരു കോൺസെർട്ടിന് അധികം പൈസ കൂടുതൽ. അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഈ വീഡിയോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത SNന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് വരാം. അടിപൊളി റേസ് ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നല്ലതാണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ട്രാക്ക് ഡേ കട്ട മഴയായിരുന്നു. അതുകൊണ്ട് ഞാനവിടെ പോയിരുന്നു. അവനവിടെ പോയി മഴയുടെ മണിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു വന്നു. 4 ലാപ്പ് ഓടിച്ചിട്ട് തിരിച്ചു വന്നു. നമുക്ക് ഒരാളെ പറ്റി പറഞ്ഞില്ല, പക്ഷെ അത് അടുത്ത വട്ടം പറയാം. മാവറിക് വിനേലസ് കിഡ് പെർഫോമൻസ് ആണ് കേട്ടോ KTMന്റെ. പുള്ളി എന്തായാലും കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. മിസ്റ്റർ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാവറിക് കൺസിസ്റ്റന്റ് ആയി വരുന്നുണ്ട്. അപ്പൊ അയാളെ പറ്റി അടുത്ത. അപ്പൊ ഓക്കെ സെറ്റ്, അടുത്ത വീഡിയോ കാണാം.